ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്നത് മറ്റുള്ളവരെ സന്തോഷപ്പെടുത്തി മാത്രം വെറുതെ ജീവിതം തള്ളി നീക്കുന്ന ആളുകളെ പറ്റിയും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയുമാണ്. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ ഞാനും അങ്ങനെയുള്ള ഒരാളായിരുന്നു. ആരെങ്കിലും എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ പോലും തിരിച്ചു മറുപടി പറയാത്ത, തിരിച്ചു പറയാൻ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും പറയാതെ, പറഞ്ഞാൽ അവർക്കത് വിഷമമാകുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരെന്ത് ചിന്തിക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു. ഇനി കുട്ടിക്കാലത്താണെങ്കിൽ വളരെ ഇഷ്ടമുള്ള ഒരു ജീൻസും ടോപ്പും പോലും എനിക്ക് ധരിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എൻ്റെ വീട് ചെറുതാണ്. ഞാൻ ഈ ഡ്രസ്സൊക്കെ ധരിച്ച് പുറത്തിറങ്ങിയാൽ മറ്റുള്ളവർ ഓരോന്നൊക്കെ പറയും എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്താഗതി. ഇതിനൊക്കെ പ്രധാന കാരണം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്നിരുന്ന ഗൈഡൻസിൻ്റെ പ്രോബ്ലമാണ്. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയരുത്, അങ്ങനെ പറഞ്ഞാൽ തറുതല പറഞ്ഞു എന്നൊക്കെ ആളുകൾ പറയും. അതേപോലെ ആരെന്ത് പറഞ്ഞാലും അനുസരിക്കണം. അങ്ങനെ നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കുന്നത് ഇവരുടെയൊക്കെ ഈ നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനാകൂ എന്നുള്ളതാണ്. ഇനി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയാലും ഇത് തന്നെയാണ് അവസ്ഥ. അമ്മായിയമ്മയും ബന്ധുക്കളും ഒക്കെ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാൻ പറ്റാതെ എല്ലാം സമ്മതിച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കണം എന്ന ചിന്താഗതി വന്നു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനെ എല്ലാവരുടെയും ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവരൊക്കെ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ടവരല്ല നമ്മളെന്ന്. പക്ഷേ എന്നിരുന്നാൽ കൂടി സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടൊരു തീരുമാനമെടുക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് അവിടെ ഉണ്ടാവുന്നത്. എപ്പോഴും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനോട് സത്യസന്ധത പുലർത്താൻ കഴിയാതെ വരുന്നു. പലപ്പോഴും നമ്മുടെ സ്വന്തം ആവശ്യങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനോ എന്തിന് ഇഷ്ടമുള്ളൊരു ആഹാരം പോലും കഴിക്കാനോ പലർക്കും സാധിക്കാറില്ല. പല വീട്ടമ്മമാരുടെയും വലിയൊരു പ്രശ്നമാണിത്. മറ്റുള്ളവർക്ക് വേണ്ടി പലതും ജീവിതത്തിൽ നിന്നും വേണ്ടാന്ന് വെച്ച് ജീവിത അവസാനം വരെ എനിക്ക് ഈ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചിന്തിച്ച് ഭ്രാന്തമായി പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയുണ്ട് പലർക്കും. എന്നാൽ ചിലരിൽ അവരെല്ലാം ഉള്ളിൽ ഒതുക്കി ആരോടും തുറന്നു പറയാതെ അങ്ങനെ ജീവിച്ച് ഡിപ്രഷനിലേക്ക് പോകുന്നു. എന്നാൽ മറ്റു ചിലരോ ഇതേ ജീവിതം ഒരു മരവിപ്പോടുകൂടി ജീവിച്ചു തീർക്കുന്നു. ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിന് പ്രാധാന്യമില്ല എന്ന് ചിന്തിച്ച് ഞാൻ എന്തിനു മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കണം, എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ പല സമയങ്ങളിലും നമുക്ക് പലരെയും എതിർത്ത് സംസാരിക്കേണ്ടി വരുന്നു. ഇത് പല കുടുംബ പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. ഇതിനൊക്കെ പ്രധാന കാരണം നമ്മൾ നോ പറയേണ്ടിടത്ത് പറയാത്തതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഇന്ന് പല വർക്ക് പ്ലേസിലും സ്ത്രീകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് സെക്ഷൽ ഹറാസ്മെൻറ്റ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കണ്ടാൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ആരെങ്കിലും സംസാരിച്ചാൽ അതെനിക്ക് ഇഷ്ടമായില്ല എന്ന് തന്നെ പറയാൻ പറ്റണം. നമ്മളൊന്നും മിണ്ടാതെ അല്ലെങ്കിൽ പ്രതികരിക്കാതെ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞാൽ ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ നമുക്ക് തന്നെ അത് വിനയാകും. അതുകൊണ്ട് നോ പറയേണ്ടിടത്ത് നോ പറയണം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മ വന്നാലും തിന്മ വന്നാലും നേരിടേണ്ട ഉത്തരവാദിത്വം അത് നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് അവരെന്ത് ചിന്തിക്കും അല്ലെങ്കിൽ ഇവരെന്ത് ചിന്തിക്കും എന്നൊക്കെ ചിന്തിച്ച് ജീവിതം തള്ളി നീക്കാതെ നമ്മുടെ ജീവിതം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സ്വന്തം മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തി ജീവിക്കുക. കൂടാതെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെപ്പോലെ തന്നെ സ്ഥാനം കൊടുത്തുകൊണ്ടും അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടും വളർത്തുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ആ കുഞ്ഞുങ്ങൾക്ക് തിന്മയോട് നോ പറയാനും നന്മയെ തിരഞ്ഞെടുത്ത് ഉന്നതിയിൽ എത്തിച്ചേരാനും അത് അവരെ സഹായിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചുരുക്കുന്നു. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്